നമസ്കാരം. പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടുവെന്ന സുപ്രധാന വിവരം പുറത്തുവരുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ അടിവേരറുത്തിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അവിടം കൊണ്ടും തീർന്നിട്ടില്ല. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമം നമ്മൾ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, ലഹോർ അടക്കമുള്ള നഗരങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കനത്ത നാശം വിധിച്ചിരിക്കുന്നു ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ നീക്കത്തിനാണ് ഇന്ത്യയുടെ ചുട്ട മറുപടി. ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമമാണ് ഇന്ത്യ ചെറുത്തത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മാത്രമല്ല, റേഡാർ സംവിധാനം ഉൾപ്പെടെ തകർന്നിരിക്കുന്നു. 7 പാക് വ്യോമസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഏറ്റവും പുതിയ വാർത്ത, റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു എന്നതാണ്. പാകിസ്ഥാനെ വിറപ്പിച്ച് ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടത്തിലേക്ക് ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ നമ്മൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകും. നമുക്കൊപ്പം അതിഥികളുണ്ടാകും. ഏറ്റവും ഒടുവിൽ വരുന്ന കുറേ വിവരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ ഉണ്ട് എന്നുള്ളത്. കാന്തഹാറിൽ അത് വിമാനം തട്ടിക്കൊണ്ടുപോയ ആ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു അയാൾ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി അത് മാറുകയാണ്. ഇന്ത്യൻ ആക്രമണ ഭീതിയിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ലഹോർ ഉൾപ്പെടെയുള്ള പാക് നഗരങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്ലാമാബാദിൽ ഇപ്പോൾ അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. പൗരന്മാരോട് ലഹോർ വിടാൻ അമേരിക്ക നിർദ്ദേശം നൽകി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി. ദിലീപ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടി അത് പാകിസ്ഥാൻ ഓരോ നിമിഷവും ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം അതിന് ചുട്ട മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇസ്ലാമാബാദിൽ അപായ സൈറൺ മുഴങ്ങുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ലക്ഷ്യം അത് എന്ന തരത്തിലേക്കാണോ? അനുജ, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണ്. എവിടെയാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത്, എപ്പോഴാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം പാകിസ്ഥാനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ കടുത്ത ഭീതിയിലാണ് ആ രാജ്യം. ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സൈനിക മേധാവികളെ ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. കനത്ത ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ പാകിസ്ഥാൻ ജനത കൺ തുറന്നത് തന്നെ സ്ഫോടനങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ടാണ്. ലാഹോറിലെ സൈനിക വിമാനത്താവളമായ വോൾട്ടൺ എയർഫീൽഡിന് സമീപം നടന്ന ഉഗ്ര സ്ഫോടനങ്ങൾ, ആ സ്ഫോടന പരമ്പരകളുടെ വാർത്ത കേട്ടാണ് പാകിസ്ഥാൻ ജനത കണ്ണു തുറന്നത്. പിന്നാലെ തുടർ സ്ഫോടനങ്ങൾ പല നഗരങ്ങളിലും ഉണ്ടായി. 9 നഗരങ്ങൾ, അതായത് ഇസ്ലാമാബാദ്, പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തീർത്തിട്ടുള്ള 9 നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. ഇതിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യക്കായി HQ-9 എന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതിനെ S-400 സുദർശന ചക്ര എന്ന സംവിധാനത്തിലൂടെ അവരുടെ മിസൈലുകൾ, ഇത് ഇന്ത്യയുടെ മിസൈൽ വേധ മിസൈലാണ്, ആ മിസൈലുകൾ ഉപയോഗിച്ച് അവരുടെ മിസൈലുകൾ, പാകിസ്ഥാൻ്റെ മിസൈലുകളെ തകർത്തു. 15 സൈനിക താവളങ്ങൾ, ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിന് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു. ആ ലക്ഷ്യം അത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ S-400 എന്ന റഷ്യൻ നിർമ്മിത സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന ആ മിസൈൽ വേധ മിസൈലുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പാകിസ്ഥാൻ്റെ മിസൈലുകളെ തവിടുപൊടിയാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം ഒന്നുപോലും നടപ്പാക്കാൻ അനുവദിച്ചില്ല. അതേസമയം പാകിസ്ഥാനിലെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ ഇസ്രയേൽ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമല്ല, പാകിസ്ഥാൻ സൂപ്പർ ലീഗിന് വേദിയായിട്ടുള്ള റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം, ആ സ്റ്റേഡിയം തന്നെ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ്. അത് PSL മത്സരങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ സ്റ്റേഡിയം തകർന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ തന്നെ നിരവധി വിദേശ താരങ്ങൾ അവരുടെ രാജ്യങ്ങളിലേക്ക് പോകണം, PSL വിട്ട് രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനിടെയാണ് ഇപ്പോൾ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച്
തുടർച്ചയായ ഞെട്ടിപ്പിക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതാണ് തുടർച്ചയായ ആക്രമണങ്ങൾ. അതിൽ ഭീതി പൂണ്ട് പാകിസ്ഥാൻ ഇരിക്കുന്നു, വിറങ്ങലിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമാബാദിൽ അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്കൊപ്പം അതിഥികളുണ്ട്. ജനറൽ ജേക്കബ് തരകൻ, ബ്രിഗേഡിയർ വേണു നായർ, ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ഒപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ബ്രിഗേഡിയർ വേണു നായർ, പ്രധാനമന്ത്രി ഇതൊരു തുടക്കം മാത്രമാണ്, ഇതിന് രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് സൈനിക കേന്ദ്രങ്ങൾ, ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ കടന്നു കയറാൻ ശ്രമിച്ചു, പക്ഷേ അമ്പെ പരാജയപ്പെട്ടു. അതിനുള്ള തിരിച്ചടി അങ്ങോട്ടേക്ക് കൊടുത്തു. അതിനപ്പുറത്തേക്ക് പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നിരിക്കുന്നു, റേഡാർ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്ന വാർത്ത, ഇസ്ലാമാബാദിൽ അപായ സൈറൺ മുഴങ്ങുന്നു. ഇനി ഈ ഭീകര കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ നടത്തിയ ആക്രമണത്തിൽ സുപ്രീം കമാൻഡോയെ തന്നെ വധിച്ചിട്ടുണ്ട് എന്ന വിവരം. ഏറ്റവും ഒടുവിലായി വരുന്ന ഈ വിവരങ്ങളെല്ലാം നൽകുന്ന സൂചന എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നല്ലേ ബ്രിഗേഡിയർ വേണു നായർ? ജയ്ഹിന്ദ് അനുജ, എല്ലാവർക്കും ജയ്ഹിന്ദ് പാനലിസ്റ്റ്. ഇന്നലെ രാവിലെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ ഓർത്തെടുക്കുകയാണ്. അങ്ങേര് പറഞ്ഞത് വി ഹാഡ് ടു ഡു ദിസ് എന്നാണ്. അപ്പോൾ ഇന്ന് പിന്നെയും പറഞ്ഞു നമ്മൾ അത് തീർന്നിട്ടില്ല എന്നുള്ളൊരു മെസ്സേജാണ് തന്നത്. ഉച്ചവരെ ഇന്ത്യയിലെ എല്ലാ ചാനൽസും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാകിസ്ഥാന്റെ റെസ്പോൺസ് എന്തായിരിക്കും, ഒരു സിന്ദൂർ ഫേസ് 2 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ഉള്ള ആൻസർ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ, വളരെ അഭിമാനകരമായ വാർത്തകളും കൂടെയാണ് എന്ന് പറയട്ടെ. രാവിലെ ഞാനും ചില ചാനലുകളിൽ, ഇംഗ്ലീഷ് ചാനലുകളിൽ ശ്രദ്ധിച്ചായിരുന്നു, ലാഹോർ എയർപോർട്ട്, അവരുടെ എയർപോർട്ടിന്റെ അടുത്ത് ചില എക്സ്പ്ലോഷൻസ് നടക്കുന്നു. അത് അവര് തന്നെ ഉണ്ടാക്കിയതാണോ ഇന്ത്യയെ പഴിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴെല്ലാം തിങ്സ് ആർ പ്ലേസ് ഇൻ അതിന്റെ എല്ലാ സ്ഥലങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാൻ പണ്ടും ചെയ്തിരുന്നതാണ്. ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്ത് അവരുടെ എക്സ്പെക്ടേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അവരുടെ കേപ്പബിലിറ്റിയിലും എക്സ് ആണെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ 100x ആണ്. അതിന്റെ ഒരു ഫെയിലിയറും ആണ് നമ്മുടെ മുമ്പിൽ ഇതുവരെ കണ്ടെത്തിയത്. 71 വാറിന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് മിലിറ്ററി അക്കാഡമിയിൽ അണ്ടർ ട്രെയിനിങ് ആയിരുന്നു. അന്നും ഈ യുദ്ധത്തിന്റെ തുടക്കം, ഇത് ഹിസ്റ്ററി വായിച്ചവർക്കറിയാം, നമ്മുടെ ഫോർവേഡ് എയർഫീൽഡിനെ ആക്രമിച്ചുകൊണ്ട് വൈകുന്നേരം ആദംപൂർ, ശ്രീനഗർ, അവന്തിപുര, ഉത്തർലായ്, അതൊക്കെ ഈ പേരെനിക്ക് എയർഫോഴ്സുകാരൻ അല്ലെങ്കിലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെയെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും തയ്യാറായിരുന്നെങ്കിലും 71 വാർ തുടങ്ങുന്നത് ഈ അവരുടെ ആക്രമണത്തോടെയാണ്. അവര് വിചാരിച്ചത് നമ്മുടെ എയർഫോഴ്സിനെ ഓഫ് ദ ടാർമാക്ക് നിർത്തിക്കൊണ്ട് അവർക്ക് യുദ്ധം ജയിച്ചു തുടങ്ങാമെന്നുള്ള രീതിയാണ്. പക്ഷെ അത് നടന്നില്ല. അതുപോലെ തന്നെയാണ് ഇത്തവണ ഇന്ന് നമ്മൾ 1 മണിക്ക് നമ്മുടെ സിന്ദൂർ 9 ടാർഗറ്റ് നമ്മൾ 100% ക്ലീൻ ആൻഡ് സക്സസ്ഫുൾ അറ്റാക്കാണ് നടത്തിയത്. അതിനുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. ദ ഫോട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ അറ്റാക്ക് കണ്ടു, ലോകം മുഴുവനും കണ്ടു നമ്മുടെ പ്രൊഫഷണലിസം, നമ്മുടെ മിലിറ്ററി എന്തുണ്ടെന്ന് കഴിഞ്ഞു. അതിനുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോ അനുജ പറഞ്ഞതുപോലെ ഒരു ഡെപ്യൂട്ടി കമാൻഡർ വരെ അങ്ങേർക്ക് അതിന്റെ നീതി കിട്ടി. ഇറ്റ്സ് ദാറ്റ് ഹി ഡിസേർവ്ഡ് ഇറ്റ്. അത് അത്ര വലിയ കാര്യമല്ല. അയാളില്ലെങ്കിൽ വേറെ ഈ വികാരം, ആന്റി ഇന്ത്യ വികാരം പാകിസ്ഥാനിലോടത്തോളം കാലം അയാളില്ലെങ്കിൽ വേറെ ആൾ വരും. എന്നാലും ഈ ഒരു നീതി നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അഭിമാനവും കൂടെയുണ്ട്. അപ്പോൾ ഈ വരുന്നത്, ലെറ്റ് മീ അനദർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇപ്പോൾ എഗെയിൻ ഈ ഉത്തരലായത് അത് മിക്കവരും പറയുന്നില്ല, അവർക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ പറഞ്ഞ 15 ഒരു 18 സ്ഥലങ്ങളെങ്കിലും നമ്മുടെ എയർഫീൽഡ്സ് ആണ്. അപ്പൊ നമ്മുടെ എയർഫീൽഡ്സിനെ ഇനാക്റ്റീവ്, അൺഓപ്പറേഷനിൽ ആക്കിക്കൊണ്ട് എല്ലാവരെയും കാണിക്കാം. അതിന്റെ മുമ്പായിട്ട് അവർക്ക് എന്താണ് ഉദ്ദേശമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതെങ്കിലും അവരുടെ നാട്ടുകാരെ കാണിക്കാനായിരിക്കും ഇത് നമ്മുടെ എയർഫീൽഡിലാണ് അവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഉത്തർലായ്, ഞാൻ പറഞ്ഞ ഇതെല്ലാം തന്നെ ശ്രീനഗർ, അവന്തിപുര, ഉത്തർലായ്, നൽ,
പഞ്ചാബിലുള്ള കുറെ എയർഫീൽഡ്സും പിന്നെ ചില കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ വിചാരിച്ചു അവരുടെ സിസ്റ്റം ജയിക്കും. പക്ഷേ നമ്മുടെ വി വെയർ മോർ ദാൻ പ്രിപ്പയർഡ്. നമ്മുടെ അടുത്ത് S-400 ഉണ്ടായിരുന്നു. S-400ന്റെ കേപ്പബിലിറ്റി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് ഞാൻ റിവൈസ് ചെയ്യാം. ഇത് റഷ്യയിൽ നിന്ന് നമ്മൾ അടുത്ത കാലത്ത് കോൺട്രാക്ട് ചെയ്ത മിസൈൽ സിസ്റ്റമാണ്. അതിൽ 5 സ്ക്വാഡ്രന് ആണ് നമ്മൾ പൈസ കരാറിലുള്ളത്. അതിൽ 3 സ്ക്വാഡ്രൻ ഓൾറെഡി ഉണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ചൈനയ്ക്കെതിരായിട്ടുള്ള സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ പാകിസ്ഥാനെതിരായിട്ടുള്ള LCയിലും നമ്മുടെ ഇന്റർനാഷണൽ ബോർഡറിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ കേപ്പബിലിറ്റി ആണ് ഈ പാകിസ്ഥാനിലെ നമ്മുടെ ഇന്ത്യൻ ബോർഡറിൽ നിന്നും വിത്തിൻ 400 കിലോമീറ്റേഴ്സ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉയർന്നു പൊങ്ങിയാല് ഒരു ഈവൻ എയർക്രാഫ്റ്റ് അത് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. 60 അതെ, അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ ഈ വ്യോമസേന ഉദ്യോഗസ്ഥർ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആക്രമണത്തിൽ എന്ന വിവരം വരുന്നുണ്ട്. കൂടാതെ അവരുടെ HQ-9 വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ, അവരുടെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന വിവരം വരികയാണ്. ഇത് ചൈന നൽകിയിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചത് കനത്ത തിരിച്ചടിയല്ലേ? ഇത്തരത്തിലേക്കൊരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രമാണ്. അവിടെയാണ് ഈ റേഡാർ സംവിധാനങ്ങൾ പൂർണ്ണമായി തകരുന്നു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർച്ച സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ് വ്യക്തമാക്കുന്നത്? വലിയൊരു തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു എന്നതിൽ ഇതിൽ കൂടുതൽ സാക്ഷ്യം വേണ്ടല്ലോ. ജനറൽ ജേക്കബ് തരകൻ. അനുജ, പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞാൽ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് ഒരു സൈഡിലും, ഡാംഡ് ഇഫ് യു ഡു ഡാംഡ് ഇഫ് യു ഡോണ്ട്, ചെയ്താലും പ്രശ്നമാണ്, എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഈ സ്ഥിതിയിൽ അവരിങ്ങനെ കറങ്ങുകയാണ്. താങ്കൾ പറഞ്ഞ ഈ അവരുടെ റഡാർ സിസ്റ്റം ഇന്ന് നമ്മൾ ഫിസിക്കലി ഡിസ്ട്രോയ്, അതായത് ഫിസിക്കലി നശിപ്പിച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞ അറ്റാക്കിൽ, അതായത് നമ്മളുടെ കഴിഞ്ഞ സിന്ദൂർ ഫേസ് 1 അറ്റാക്കിൽ നമ്മളുടെ എല്ലാ മിസൈൽസും ഒന്നുപോലും തടയാതെ എല്ലാം അതിൻ്റെ ഇന്ത്യൻ്റെ ടാർഗറ്റിൽ പോയി ചെന്നു എന്നുള്ളത് അത് തന്നെ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റിയുടെ കഴിവുകേട് ചൈനയ്ക്കും പാകിസ്ഥാനും കണ്ടതാണ്, ലോകവും മനസ്സിലാക്കി. അതായത് അവരുടെ സിസ്റ്റം ഓൾറെഡി ഇൻ പ്ലേസ് ആയിരുന്നു, അവർ തയ്യാറെടുത്തു എന്ന് പറഞ്ഞവരുടെ ആ ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം ഭേദിച്ചുകൊണ്ടാണ് നമ്മളുടെ മിസൈലുകൾ 24 ലൊക്കേഷനിൽ അറ്റാക്ക് ചെയ്തത്. അത് തന്നെ മതിയാകും ലോകത്തിന് മനസ്സിലാക്കാൻ അവരുടെ സിസ്റ്റത്തിൻ്റെ ഇൻകേപ്പബിലിറ്റി. ഇന്ന് അതിനെ തകർത്തു എന്ന് മാത്രമേ ഉള്ളൂ. സിന്ദൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ, തീർന്നതായി എങ്ങും പ്രഖ്യാപിച്ചിട്ടില്ല. പാകിസ്ഥാൻ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മളുടെ സർക്കാർ അവർക്ക് ഒരു ഓഫർ കൊടുത്തതാണ്. വിദേശകാര്യ വക്താവ് ബ്രീഫിങ്ങിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ്, ഒരു സൈനിക കേന്ദ്രമോ അല്ലെങ്കിൽ സിവിലിയൻസിൻ്റെ സ്ഥലമോ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യരുത് എന്ന് താക്കീത് കൊടുത്തതാണ്. പക്ഷേ വിനാശകാലെ വിപരീത ബുദ്ധി അവർക്കത് കേട്ടാൽ മനസ്സിലാകത്തില്ല. അവർ നമ്മളുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഇൻസ്റ്റലേഷന് എതിരെ അവർ ഇന്നലെ രാത്രി ആക്രമിച്ചു. അതിന് മറുപടി കൊടുത്തേ മതിയാകൂ. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുന്ന് പോകുന്ന മറുപടി നമ്മളുടെ സൈസിന് അനുസരിച്ചാണ്, അവിടുന്ന് വരുന്നത് അവരുടെ സൈസ് അനുസരിച്ചാണ്. പക്ഷെ അപ്പോൾ ഈ അതിൻ്റെ എഫക്റ്റ് വലിയ എഫക്റ്റാണ് പാകിസ്ഥാനിൽ വരുന്നത്. ഇപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ തന്നെ അവർക്ക് സർക്കാരിനെതിരെ തിരിയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ബലൂചിസ്ഥാനിൽ നിന്ന് 2 ഡിവിഷന് അവർ പാകിസ്ഥാൻ മൂവ് ചെയ്ത് ഇന്ത്യയുടെ ഈസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ വെസ്റ്റും അവരുടെ ഈസ്റ്റും. അപ്പോൾ ബലൂചിസ്ഥാൻ്റെ ആ ഏരിയ അവർ ഖാലിയായി. ഇപ്പോൾ അവിടുന്നും അവർക്ക് ആക്രമണം നേരിടുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ താരതമ്യം ശരിയാണെന്നറിയാൻ ചെകുത്താനും നടുക്കടലിനും ഇടയ്ക്കാണ് ഇന്ന് പാകിസ്ഥാൻ.
അവർ തന്നെ വിളിച്ചു വരുത്തിയ ഒരു വിന വടികൊണ്ട് തടി മേടിച്ചു എന്നൊക്കെ പറയുന്നത് അന്വർത്ഥമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരികെ എത്താം, ഡോക്ടർ മോഹൻ വർഗീസിലേക്കും ഞാൻ എത്തും. അതിനു മുൻപായി പുതിയ കുറേ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ മിസൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചു എന്ന വിവരം ഉൾപ്പെടെ വരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ബി ദിലീപ് കുമാറാണ് വിശദാംശങ്ങളുമായുള്ളത്. ദിലീപ്, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, പാകിസ്ഥാനിൽ ദേശീയ അസംബ്ലി ചേരുകയാണ്. ദേശീയ അസംബ്ലിയിൽ പല അംഗങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് കഴിയുന്ന കാര്യം ദേശീയ അസംബ്ലിയിൽ തന്നെ വിവരിച്ചു. ഇന്ത്യയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്ന ആവശ്യവും ഇവർ ദേശീയ അസംബ്ലിയിൽ ഉന്നയിച്ച് നിലവിളിക്കുന്ന കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. മാത്രമല്ല, ദേശീയ അസംബ്ലിയിൽ പ്രസംഗിക്കവേ അവിടുത്തെ മന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ പല വിമാനങ്ങളും വെടിവെച്ചിട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ സ്മാരകമായി അവിടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കും, വരും തലമുറ കാണുന്നതിന് വേണ്ടി. മാത്രമല്ല, ഇന്ത്യക്ക് വൻ തിരിച്ചടി നൽകും എന്ന തരത്തിലുള്ള പ്രതികരണവും ഈ പാകിസ്ഥാൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും പാകിസ്ഥാനിലെ നേതാക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർച്ചയായ തിരിച്ചടി പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നു. അത് ഭീകരത്താവളങ്ങൾ, പാക് മണ്ണിലെ ഭീകരത്താവളങ്ങളിലുള്ള ആക്രമണം, അതിന് പിന്നാലെ തുടർച്ചയായ നിരവധി സ്ഫോടനങ്ങൾ, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ അപ്പാടെ തകർത്ത് കളയുന്ന ആക്രമണം, പാകിസ്ഥാനിലെ സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകേണ്ട റാവൽപിണ്ടി സ്റ്റേഡിയം തകർത്തുകൊണ്ടുള്ള ആക്രമണം. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് അരക്ഷിതാവസ്ഥയിലൂടെ, ഞെട്ടിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഇത്. പാകിസ്ഥാൻ ഭരണകൂടമോ സൈനിക തലവന്മാരോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമണം നടത്താൻ ശ്രമിച്ച പാകിസ്ഥാന് അതേ നാണയത്തിൽ ചുട്ട മറുപടി നൽകിയിരിക്കുന്നു. അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റേഡാറുകൾ ഉൾപ്പെടെ തകർന്നിരിക്കുകയാണ് വ്യോമസേന ഉദ്യോഗസ്ഥർ. ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള അപായം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരികയാണ്. ഇസ്ലാമാബാദിൽ അപായ സൈറൺ മുഴങ്ങുന്നു. പൗരന്മാരോട് ലഹോർ വിടാൻ അമേരിക്കയുടെ നിർദ്ദേശം. കൂടാതെ പാർലമെന്റിന്റെ അടിയന്തര യോഗം, അതിൽ നാടകീയ രംഗങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ഇനി പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, അതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിലൊക്കെ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കടുത്ത തോതിലുള്ള ആക്രമണമാണ്. അത് സൈന്യത്തിനെതിരെയല്ല, ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അത് ചെറുക്കുന്നതിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ ഇനി പാകിസ്ഥാന്റെ ഒരു പ്രകോപനമുണ്ടാവുകയാണെങ്കിൽ അതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരും. അതിനായി മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഇന്ത്യ നേരത്തെ തന്നെ ഈ വിന്യാസം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നോ അതിന് കൃത്യമായ അതേ അളവിലുള്ള മറുപടി എന്ന സമീപനമാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. അനുജ, ഞാനിപ്പോൾ ഉള്ളത് കുപ്വാരയിലെ അതിർത്തി ഗ്രാമമായ ചൗക്കിബാളിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇതൊരു ജനവാസ മേഖലയാണ്. ഇന്ത്യയിലെ ഈ മേഖലയിലെ, കുപ്വാര മേഖലയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് ഇത്. ഒരു കടയുടെ ഷട്ടർ വരെ തുളച്ചു കയറുന്ന രീതിയിലുള്ള മാരക പ്രഹരശേഷിയുള്ള ഷെല്ലാണ് ഇവിടെ ആക്രമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളും കടകളും മുഴുവൻ പാകിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നു. പാക് ഷെല്ലുകൾ ഏറ്റ് ഇവിടെയെല്ലാം തന്നെ വലിയ തോതിലുള്ള ആഘാതം ഉണ്ടായിരിക്കുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൽ ഈ കാണുന്നത് ഇതൊരു ഗട്ടറല്ല, ഒരു സാധാരണ ഗട്ടറല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഷെൽ വീണ് പതിച്ചതാണ്. ഇവിടെ വലിയ ഈ കട്ടിയുള്ള ടാർ റോഡ് പോലും തകർന്നിരിക്കുന്നു. ബങ്കറുകൾ പോലും തകർക്കാവുന്ന ശേഷിയുള്ള തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഷെല്ലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. ഇതൊരു വൈദ്യുത പോസ്റ്റാണ്, ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുത പോസ്റ്റാണ്. ഏതാണ്ട് അതിൻ്റെ കനം എന്നുള്ളത് ഏതാണ്ട് 4 ഇഞ്ചോളം കനം ആ ലോഹ പോസ്റ്റിനുണ്ട്. അതുവരെ തുളഞ്ഞു കയറിയിരിക്കുകയാണ് പലയിടത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ആഘാതം ഒരു ഇരുമ്പ് പോസ്റ്റിൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന്റെ ഈ ജനവാസ മേഖലയിൽ പ്രയോഗിച്ച ഷെല്ലുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഒരു ഷെൽ മാത്രമല്ല, പലയിടങ്ങളിലായി
നിരവധി ഷെല്ലുകൾ പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ, ജനങ്ങളുടെ വീടുകൾ, കടകൾ എല്ലാം തന്നെ പാടെ തകർത്തിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നത് രാത്രി 2 മണിക്ക് ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാട്ടിക്കൊടുത്തത്. ഇന്നിപ്പോൾ ബൽറാം നിൽക്കുന്ന സ്ഥലം ഏതാണ്? അവിടെ ആളുകളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആളുകൾ ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ? അല്പസമയം മുമ്പ് വരെ അനുജ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ ഇവിടെ നിന്നും വിട്ടൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആളുകൾ വീടുകളും കടകളും ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. അവർ പറയുന്നത് ഇപ്പോൾ ഈ താഴെ സുരക്ഷിത മേഖലയിൽ ബന്ധുക്കൾ ഉള്ളവർ അവരുടെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ വാഹനങ്ങളിൽ പോയി ഈ ഷെല്ലാക്രമണം ഏൽക്കാത്ത അത്രയും ദൂരത്തേക്ക് മാറിപ്പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് കുപ്വാരയിലെ ചൗക്കിബാൾ എന്ന ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇതിന്റെ 2 കോണുകളിലായി നമുക്ക് ഈ വശത്ത് ഇപ്പോൾ കാണുന്ന ഈ വീടിന് മുകൾ ഭാഗത്തുള്ള ആ കുന്നിനപ്പുറം എന്നുള്ളത് കേരൻ സെക്ടറാണ്. ഇന്ത്യ പാക് അതിർത്തി മേഖലയാണ്, നിയന്ത്രണ രേഖ. ഇതിനപ്പുറത്തേക്ക് പാക് അധീന കശ്മീരാണ്. സമാനമായി തന്നെ ഇതിന് സമീപമായി എതിർവശത്തുള്ള മേഖല എന്നുള്ളത് നൗഗാം എന്ന മേഖലയാണ്. ഈ 2 ഇടങ്ങളിലും പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നും ഇവിടേക്ക് ഷെല്ലാക്രമണങ്ങൾ ഉണ്ടാകുന്നു തുടർച്ചയായി. അതുകൊണ്ട് തന്നെ ആളുകൾ മുഴുവനായി വലിയ ആശങ്കയിലാണ്. അവരുടെ ഏക വരുമാന മാർഗം, അവരുടെ മുഴുവൻ സമ്പാദ്യവും ഉപേക്ഷിച്ച് മുഴുവൻ ആളുകളും ഇവിടെ നിന്നും പോയിരിക്കുന്നു. അവർ ഇപ്പോൾ മാധ്യമങ്ങൾ വന്ന ഘട്ടത്തിൽ കുറച്ചുപേർ ഇവിടെ എത്തിയിരുന്നു, ആളുകളോട് സംസാരിച്ചിരുന്നു, അവരുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ കനത്ത മഴ ഇവിടെ ആരംഭിച്ചു. ഒപ്പം തന്നെ സമയം വൈകി വരുന്നു. ഇരുട്ടായാൽ വീണ്ടും പാകിസ്ഥാന്റെ ആക്രമണം ഇവിടെ ഉണ്ടാകുമോ എന്ന വലിയ ആശങ്ക അവർക്കുണ്ട്. അതിനാൽ തന്നെ അവർ മടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്തുള്ള കാഴ്ച മാത്രമാണ്. ഈ മേഖലകളിൽ നിരവധി ഇടങ്ങളിൽ ഇതിന് മുകൾ വശത്തുള്ള വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് ഇടങ്ങളിൽ എല്ലാം തന്നെ ആക്രമണം. അനുജ, ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്നു പോയിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ്. ഈ പരിസരത്തുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണത്തിൽ. വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ഇവിടെ എല്ലാം തന്നെ താഴെയുള്ള ഗ്രാമങ്ങളിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള വീടുകൾ, ചില വീടുകളിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടകൾ ഒന്നും ഇന്ന് തുറന്നിട്ടില്ല. അനുജ, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു നഗരപ്രദേശം, ഒരു സ്ഥലത്ത് ഈ ഒരു സമയമാകുമ്പോൾ ആളുകൾ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവിടെ ഒരാൾ പോലുമില്ല. കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. കടകൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു. അതിൽ ഒരു കട മാത്രമാണ് ഇപ്പോൾ തുറന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് ചോദിക്കാം. ജി, कैसा है इधर? तो अटैक हुई? जी हाँ, अटैक हुई इधर। कब हुआ? कल ना अगले दिन। तो सब लोग इधर छोड़ के, दुकान सब बंद है, सब छोड़ के चले गया है, किसी को नहीं देख रहे इधर? यहाँ जो है ना जनाब, अभी इधर कोई नहीं है। उस समय भाग गए थे लोग। उस समय सेलिंग हुई ना, जिस समय उस समय भाग गई थे। सिर्फ तो आपकी दुकान खुला रहा है अभी? अभी मेरा ही दुकान खुला। मैं भी आज ही आया हूँ, 12-1 बजे आया हूँ आज। तो थोड़ा काम देना था, इसलिए आया हूँ। तो डर नहीं है क्या? डर तो बहुत है। अब काम कर रहा हूँ लेकिन डर लग रही है, कहीं से आ जाएगा, फायर आ जाएगा, मर जाएंगे। तो अभी बंद करने वाला मैं भी। आप कहाँ रहता है? मैं रहता हूँ तुमना में। ये किराए पर है दुकान। कितना दूर है इधर से? तुमना ये सामने गांव जो है ना, उधर भी अटैक हो रहे हैं शेल का? शेल का अटैक हुआ, वहाँ भी 2 बम पड़े उधर। तो क्या करेगा? लेकिन खेत में क्या करेगा? क्या करें अभी, कहाँ जाएं अभी मुश्किल है। मतलब कल जो इंडिया ने ऑपरेशन, जो आतंकवादियों के खिलाफ अटैक किया है, ऑपरेशन सिंदूर, इसके बाद पाकिस्तान ऐसा शेल से अटैक कर रहा है इंडिया, जो गांव में रहने वाले लोगों के ऊपर। हाँ, बस्ती पर कर रहा है वो, गांव वाले लोगों पर कर रहा है। ये तो हमारा देहात है इधर, यहाँ सिटी है नहीं। हमारे गांव के लोग जो है ना, वो भी भाग कर गए। कोई श्रीनगर में है, कोई कहाँ पर है, कोई कहाँ पर है। ये सिटी में सब छोड़ के चले गया, इधर रहने वाला सब खाली है अभी खाली, इधर कोई है नहीं। अभी सवेरे 12-1 बजे आए थे ना मीडिया वाले, तो यहाँ 10-20 आदमी, 100 आदमी था।
आप भी जाएगा अभी? अभी तो मैं बंद कर रहा हूँ अभी। देखो ना मेरी हालत क्या है अभी, मैं कांप रहा हूँ डर से कि अभी हो जाएगा ये, कहीं ഫയർ आ जाएगा, मर जाऊंगा। അനുജ, ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇവിടെയുള്ള സ്ഥിതി. അദ്ദേഹത്തിനും ഭയമുണ്ട്, എന്നാൽ ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഏക ഉപജീവന മാർഗമാണ് തയ്യൽ, അതുകൊണ്ട് തന്നെ ഏറ്റ ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനായി അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആശങ്കകൾ എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുകയാണ്. ഈ വലിയ ഭയമുണ്ട്, ഈ ജോലി ചെയ്തു തീർത്താൽ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകണം. വീട് ഇവിടെ നിന്നും താഴെ ഏതാണ്ട് 1.5 കിലോമീറ്റർ സമീപത്താണ് വീട്. വാടകയ്ക്കുള്ള കടയാണ്, വാടക കൊടുക്കേണ്ടതുണ്ട്. വീടിന് സമീപത്തും ആക്രമണമുണ്ടായി കഴിഞ്ഞ ദിവസവും. ആ ആക്രമണത്തിലും എന്നാൽ 1-2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. അതെന്നാൽ കൃഷിയിടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്, ഷെൽ വന്ന് വീണത്. പരിസരത്തെല്ലാം തന്നെ അതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഈ ആശങ്ക, ജനങ്ങളുടെ ആശങ്ക നമുക്ക് കൃത്യമായി അറിയാം. ജി, इधर तो अटैक हुआ है कल जो शेल, आपका डर नहीं है क्या? डर है आपको इधर रहने के लिए? जिंदर शिकार അനുജ, ഇവർക്ക് കശ്മീരി മാത്രം അറിയാവുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഭാഷാ പ്രശ്നമുണ്ട്. ഇവിടെയുള്ള നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ആളുകൾ എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. എല്ലാവരും തന്നെ ഇവിടെ നിന്നും പോയിരിക്കുന്നു. ഈ നഗരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലെ കടകൾ നിൽക്കുന്ന ഒരു പ്രദേശം എന്നേ പറയാൻ കഴിയൂ. ഇതൊരു നഗരപ്രദേശമല്ല. ഇവിടെ പോലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ തുടർച്ചയായി ആക്രമണങ്ങളെ കൊണ്ട്. ഇവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുന്നു. പോകാൻ ഇവിടെ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബന്ധുക്കളുള്ള ആളുകൾ ശ്രീനഗറോ മറ്റോ നഗരപ്രദേശങ്ങളിൽ ആക്രമണ സാധ്യത കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറുന്നു. അല്ലാത്ത ആളുകൾ സ്വന്തം വാഹനങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരത്തെ തന്നെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ആക്രമണത്തിന് മുൻപ് തന്നെ അവിടെ നിന്നൊക്കെ ആളുകൾ പോയിട്ടുണ്ട് ഏറെക്കുറെ. അനുജ, ഈ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ നിന്നും ആളുകൾ പോയത്. കഴിഞ്ഞ രാത്രിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഷെല്ലാക്രമണം ഈ പ്രദേശത്ത് ഉണ്ടായത്. ഈ ഒരു കുറച്ച് കടകൾ നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ നടുക്കാണ് ആ പാകിസ്ഥാന്റെ ഷെല്ല് വന്ന് വീണത്. സമീപത്തുള്ള വീടുകൾക്കും കടകൾക്കും ഷട്ടറുകളും ഇലക്ട്രിക് പോസ്റ്റുകളും വരെ തുളച്ചു കയറാവുന്ന മാരക പ്രഹരശേഷിയുള്ള ഷെല്ലാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ സലാമാബാദിലെ വീടുകൾ തകർത്ത അതേ തരത്തിൽ തന്നെ മാരകമായ ഷെല്ലുകളാണ് ഇവിടെയും പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ആഘാതം ഈ കെട്ടിടങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സമീപത്തെ കെട്ടിടങ്ങളുടെ വീടുകളുടെ മുഴുവൻ ജനൽ ചില്ലുകൾ, വാഹനങ്ങളുടെ ചില്ലുകൾ, വാഹനങ്ങളിൽ തുളഞ്ഞു കയറിയ ചീളുകൾ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ആഘാതം, അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, അത് പാകിസ്ഥാന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു, പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു ലോകത്തിന് മുന്നിൽ, സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇതിന് പകരം വീട്ടുന്നത്, പക വീട്ടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ്. അതിലൂടെ ഈ ആഘാതമുണ്ടാക്കി കൂടുതൽ മരണസംഖ്യ ഉയർത്തിക്കാണിക്കുക ഇന്ത്യയിൽ. അതിലൂടെ കൂടുതൽ പേരെ തിരിച്ചടിച്ചു ഞങ്ങൾ എന്ന് സ്വന്തം ജനങ്ങളോട് പറഞ്ഞ് സ്വയം തൃപ്തിയടയാനുള്ള ഒരു ശ്രമമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് നിരായുധരായ, നിഷ്കളങ്കരായ, ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത സാധാരണ ജനങ്ങളുടെ വീടുകൾക്ക്, കടകൾക്ക് നേരെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിരായുധരായ ആളുകളെ ആക്രമിക്കുമ്പോൾ അവർ നിസ്സഹായരായി നിൽക്കുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതും ഈ ആക്രമണം ഉണ്ടാകുന്നത് ആളുകൾ ഉറങ്ങുന്ന സമയത്ത്, അതും രാത്രി 2 മണിക്ക് ശേഷം ഗാഠനിദ്രയിലാകുന്ന ഒരു സമയത്താണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നലെയും അതിനു മുൻപ് ഉള്ള ദിവസവും രാത്രി നടത്തിയത്. അതുകൊണ്ട് തന്നെ പരമാവധി ജീവനുകൾ അപഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമണം നടത്തുക നിരായുധരായ ആളുകളുടെ വീടുകളിലേക്ക് എന്നുള്ളത്. യാതൊരു യുദ്ധനീതിയിലും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതാണ് ഇന്ത്യൻ അതിർത്തിയിലെ ഗ്രാമീണരോട് പാകിസ്ഥാൻ കഴിഞ്ഞ 2 രാത്രികളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം സജ്ജമായി കഴിഞ്ഞു. അതിർത്തിയിൽ കൃത്യമായ വിന്യാസം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7 മണിയോടെ തന്നെ പൂർണ്ണമായും ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ലൈറ്റുകൾ പൂർണ്ണമായും അണയ്ക്കും.
വൈദ്യുത ബന്ധം ആവശ്യമെങ്കിൽ വിച്ഛേദിക്കും. തുടർന്ന് ഇത്തരത്തിൽ ഒരു ജനവാസ മേഖലയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. തുടർന്നും പാകിസ്ഥാന്റെ പ്രകോപനം മറ്റിടങ്ങളിലേക്ക് കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത്. അതിനായിട്ടാണ് മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിലിപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ. അത് ഇവിടെ മാത്രമല്ല, 3 സംസ്ഥാനങ്ങൾ പ്രധാനമായും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നുള്ളത് ജമ്മു കശ്മീരിനേക്കാളേറെ പഞ്ചാബിനെ ലക്ഷ്യം വെക്കുന്നു പാകിസ്ഥാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്താൻ ശ്രമിച്ച സ്ഥലങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അതിനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബ്, ജമ്മു കശ്മീർ, ഒപ്പം തന്നെ രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിൽ മുഴുവൻ തന്നെ നമ്മുടെ സൈന്യത്തിന്റെ വിന്യാസം പൂർത്തിയായിട്ടുണ്ട്. എന്ത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ്. അതിനാവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്. ഒട്ടേറെ മുന്നിലാണ് പാകിസ്ഥാൻ ഈ ആയുധബലത്തിലും ആൾബലത്തിലും ഇന്ന്. എങ്കിൽ പോലും പാകിസ്ഥാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു അതിന് ആനുപാതികമായ ഒരു മറുപടി എന്നുള്ള ഒരു ചിട്ട, ആ ഒരു തത്വം ഇന്ത്യ പാലിക്കുന്നുണ്ട്, ഇന്ത്യൻ സൈന്യം പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമായതാണ്. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എതിരായ ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ സൈന്യത്തിന് നേരെ തിരിച്ചടി നൽകുകയായിരുന്നു. അതോടെയാണ് താൽക്കാലികമായിട്ടെങ്കിലും പാക് സൈന്യം ഈ ഷെല്ലാക്രമണം നിർത്തിയത്. ഇന്നലെ പൂഞ്ചിൽ മാത്രം നമുക്ക് നഷ്ടമായത് 13 സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ്. ഒപ്പം തന്നെ ഒരു സൈനികനും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. കൂടാതെ 59 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. 2 കുട്ടികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടുന്നവരെയാണ് ഇന്നലെ പാക് ആക്രമണത്തിൽ മരിച്ചത്. പൂഞ്ചിൽ മാത്രം. മറ്റിടങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരുണ്ട്. നിരവധി പേർക്ക് വീടില്ലാതാവുകയാണ് ഈ 2 ദിവസം കൊണ്ട്. അവരുടെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ 2 രാത്രികൾ കൊണ്ട്. മണിക്കൂറുകൾ കൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയാണ്. ഇന്ത്യൻ പോസ്റ്റുകളും അല്ലെങ്കിൽ സൈനികർക്ക് നേരെയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് പ്രതിരോധ സംവിധാനമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശം. അതുകൊണ്ട് തന്നെ അത് ഏൽക്കില്ല, തിരിച്ചടി കിട്ടും. അത് ഉറപ്പായതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നിരായുധരായ ജനങ്ങളെ ലക്ഷ്യം വെക്കുകയാണ് പാകിസ്ഥാൻ എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലും വ്യക്തമായതാണ്. ഇത് ആവർത്തിക്കാൻ വിടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ളവ തയ്യാറാക്കി ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത്. അനുജ, അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ. അത് പാകിസ്ഥാനെ ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്ന വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ക്ഷമിക്കണം, താങ്കളിലേക്ക് എത്താൻ എനിക്കിതുവരെ കഴിഞ്ഞില്ല, വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോഴും അത് ഇങ്ങനെയൊരു തലത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് അത് സംഭവിച്ചു, അതിനപ്പുറത്തേക്ക് അത് വീണ്ടും പോകുന്നു. അതിന് പാകിസ്ഥാൻ തന്നെ ഒരു വഴി ഒരുക്കി വെച്ചു എന്നതാണ് ഇപ്പോൾ അവർ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ നമ്മൾ പറയുമായിരുന്നു യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് ഈ രാജ്യങ്ങൾക്ക് മധ്യേ ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് കുറച്ചുകൂടി വ്യക്തമാകുന്നു, ഏതാണ്ട് യുദ്ധത്തിലേക്ക് 2 രാജ്യങ്ങളും സാവകാശം പ്രവേശിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഇവിടെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് വ്യോമ മേധാവിത്വം, ആകാശങ്ങൾ ആരാണ് വാഴുന്നത് എന്നതാണ് യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ആകാശം തൽക്കാലം ആകാശ മേധാവിത്വം നിസ്സംശയം പറയാം ഭാരതത്തിന് തന്നെയാണ്. ഭാരതം വളരെയധികം ഗൃഹപാഠം ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ, വ്യോമ താവളങ്ങളെ അല്ലെങ്കിൽ എയർഫീൽഡുകളെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്രാന്ത ദർശിത്വം ഭാരതം കാട്ടി. അതുകൊണ്ടാണ് ഏതാണ്ട് 15ഓളം ഈ ഏറിയൽ ഫീൽഡുകളുള്ള 15ഓളം സ്ഥലത്തേക്ക് പാകിസ്ഥാൻ്റെ ഡ്രോണുകളും ചെറിയ മിസൈലുകളും എല്ലാം തന്നെ പതിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയപ്പോൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചത് അതുകൊണ്ടാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്നും വാങ്ങിയെടുത്ത S-400 വ്യോമ പ്രതിരോധ സംവിധാനം, അതുകൊണ്ട് തീർച്ചയായും ആൻറ്റി മിസൈൽ സിസ്റ്റം അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ നമ്മുടെ വ്യോമ മേഖല സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത്, നമ്മുടെ ആകാശങ്ങളെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ അതേ രീതിയിൽ പാകിസ്ഥാൻ്റെ ആകാശങ്ങൾ സുരക്ഷിതമല്ല. അവിടെ ഡ്രോണുകൾ വലിയ തോതിലാണ് നാശനഷ്ടങ്ങൾ വിതച്ചത്. 3 പ്രധാന നഗരങ്ങൾ, 9 നഗരങ്ങളിലേക്ക് ആക്രമണം നടന്നു എങ്കിൽ പോലും
പാകിസ്ഥാന്റെ സൈന്യത്തിൻ്റെ ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയെ വിറപ്പിച്ചുകൊണ്ടാണ് ഡ്രോണുകളും മിസൈലുകളും അവിടെ പതിച്ചത്. അതുമാത്രമല്ല, റാവൽപിണ്ടിയിലെ പ്രസിദ്ധമായ സ്റ്റേഡിയമാണല്ലോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയം ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഇന്ത്യ വരവറിയിച്ചിരിക്കുകയാണ്. അതുപോലെ അതായത് ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോ ഈ സൈനിക കേന്ദ്രങ്ങൾ ലാക്കാക്കി പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയത് പൂർണ്ണമായും പരാജയപ്പെട്ടു. അതേ തുടർന്നാണല്ലോ ഇങ്ങനൊരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ വോൺ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു ഈ പഹൽഗാമിൽ, ഞങ്ങൾ അതിന് തിരിച്ചടി നൽകി, 9 ഇടങ്ങളിൽ തിരിച്ചടി നൽകി. അത് വേവ് നമ്പർ 1 അതോടെ മതിയാക്കാവുന്നതായിരുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും പറഞ്ഞതാണ്, ഖ്വാജ അസീഫ് വ്യക്തമായി പറഞ്ഞതാണ്, ആദ്യ നിമിഷങ്ങളിൽ പറഞ്ഞതാണ്, ഒരുപക്ഷെ ഇന്ത്യ ആക്രമണം നിർത്തുമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായി സംയമനം പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഖ്വാജ അസീഫ് മണിക്കൂറുകൾക്കകം, കൃത്യം പറഞ്ഞാൽ 6 മണിക്കൂറുകൾക്കകം തൻ്റെ വാക്കുകൾ വിഴുങ്ങുകയും ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഖ്വാജ അസീഫിനെ അത് പറയിപ്പിച്ചതാരാണ്? അത് സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം ഡിഫൻസ് മിനിസ്റ്റർ അത് പറഞ്ഞു എന്ന് മാത്രമേ കാണാനാവൂ. അപ്പോൾ നമുക്കറിയാം, തീർച്ചയായും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഷെൽ ആക്രമണം അതിർത്തിയിൽ ഉടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസവും ഇന്നും അതിതീവ്രമായ ഷെല്ലാക്രമണം അതിർത്തിയിലെ മിക്ക മേഖലയിൽ, പ്രത്യേകിച്ച് കാശ്മീർ അതിർത്തി നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടായി. അപ്പം തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ധൂര തുടങ്ങിയിട്ടേ ഉള്ളൂ, അവസാനിച്ചിട്ടില്ല. ആദ്യഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഇതാ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആദ്യഘട്ടത്തിൻ്റെ വിലയിരുത്തൽ ആണ് ഇന്നത്തെ ദിവസം പകൽ സമയത്ത് സൈന്യത്തിൻ്റെ സ്പോക്സ്മാൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അതനുസരിച്ചാണ് ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന കൊടും ഭീകരൻ കമാൻഡർ, ജയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറാണ് റൌഫ് അസർ, നമ്മുടെ കൊടും ഭീകരനായ ഹഫീസ് അസദിന്റെ സഹോദരൻ റൌഫ് അസദിന്റെ തല ഉരുണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഭാരതം തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാരെ ഒന്നൊന്നായി കണ്ടെത്തി ചുൻ ചുൻ കർ മാരേഗ എന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ കാര്യമായ തിരിച്ചടി. അതാണ് ബാലൻസ് ഷീറ്റിൽ പാകിസ്ഥാന് കാണിക്കാനുള്ളത് ഏതാനും ഗ്രാമീണരുടെ ജീവൻ മാത്രമാണെങ്കിൽ ഇന്ത്യയുടെ കണക്ക് പുസ്തകത്തിൽ ഇതുവരെ കാണിക്കാനുള്ളത് കൃത്യമായ എണ്ണം പറഞ്ഞ ഭീകരരുടെ തലയാണ് ഇന്ത്യക്ക് കാണിക്കാനുള്ളത്. 2 ഡിഫറൻറ്റ് ഓപ്പറേഷണൽ സിസ്റ്റംസ് ആണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത്. ഇന്ത്യ തെരഞ്ഞുപിടിച്ച് കൃത്യമായ ഭീകരതാവളങ്ങളെ ആക്രമിക്കുന്നു, പാകിസ്ഥാൻ നിസ്സഹായരായ അതിർത്തിയിലെ ആളുകളെ ആക്രമിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു പാരിറ്റീവ് ഇല്ല. അതുകൊണ്ട് ഒരു ധർമ്മയുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള നറേറ്റീവാണ് ലോകത്തിന് മുന്നിലുള്ളത്. പക്ഷേ ഒരു ലക്ഷ്മണരേഖ അതിലംഘിച്ചാൽ, ഇപ്പോൾ പാകിസ്ഥാൻ ആ ലക്ഷ്മണരേഖ കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ വ്യക്തമായി നമ്മുടെ ക്ഷമയുടെ ലക്ഷ്മണരേഖ, ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 2ാം വേവ് ഓഫ് ഓപ്പറേഷൻ നടക്കാനുള്ള, സിന്ദൂരം നടക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അനുജ, അതെ, ജനറൽ ജേക്കബ് തരകൻ, അപ്പോൾ നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ കരുതിയിരുന്നതിനേക്കാൾ വ്യാപ്തിയുള്ളതായി മാറുകയാണോ? അങ്ങനെയെങ്കിൽ ഇനി എന്താകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ജനറൽ ജേക്കബ് തരകൻ. പാകിസ്ഥാൻ തിരിച്ചടിക്കും എന്നുള്ളതിന് നമുക്ക് ആർക്കും ഒരു സംശയമില്ലായിരുന്നു. താങ്കൾ 2 ചോദ്യങ്ങൾ താങ്കളുടെ റിപ്പോർട്ടറോട് ചോദിച്ചു. ഈ LCയിലുള്ള ആൾക്കാർ ഇതിന് മുമ്പേ, ഈ ആക്രമണത്തിന് മുമ്പേ പോയിരുന്നോ അതോ അത് കഴിഞ്ഞിട്ടാണോ പോയിരുന്നതെന്ന്. 2ാമത് ചോദിച്ചത്, അവിടുന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് ഒത്തിരി അറ്റാക്ക് വരുന്നുണ്ട്, അത് ഈ ഗ്രാമങ്ങളിലേക്കാണ്. 2നും കൂടെ ഞാൻ ക്ലാരിഫിക്കേഷൻ തരട്ടെ. ത്രെറ്റ്, അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാർ അവിടുന്ന് കാലിയാക്കാൻ പറയും. മിക്കവാറും ഉള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒത്തിരി പുരുഷന്മാരും ഒക്കെ ഈ ഓപ്പറേഷൻ തുടങ്ങാൻ മുമ്പ് തന്നെ അവിടുന്ന് സ്ഥലം വിടും, അവരെ മാറ്റിക്കും. അപ്പോൾ ബാക്കി ഓരോ വീട്ടിലും ഓരോ 1-2 മുതിർന്ന ആണുങ്ങളായിരിക്കും ബാക്കി നിൽക്കുന്നത്. ചിലർ പോകാൻ സമ്മതിക്കത്തില്ല. അവിടാണ് ഈ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ അബദ്ധം വരുന്നത്. അവിടെ നിന്ന് ഷെല്ലിങ്, പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഷെല്ലിങ്, LCയിൽ പ്രത്യേകിച്ച് ഞാൻ താങ്കളുടെ മാധ്യമത്തിലൂടെ നാട്ടിലെ എല്ലാവർക്കും അറിയുവാൻ വേണ്ടി, LCയിൽ നമ്മൾക്കാണ് ആധിപത്യം. അവിടുന്ന് ഒരു വെടിയുണ്ട വന്നാൽ തിരിച്ചൊത്തിരി എണ്ണം പോകും. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതിന് 10 മടങ്ങായി അങ്ങോട്ട് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ആർക്കും ഒരു സംശയം വേണ്ട. അതിനെപ്പറ്റി നമുക്ക് ആശ്വസിക്കാം. പക്ഷെ നമ്മുടെ നഷ്ടം നമ്മുടെ നഷ്ടമാണ്. ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ ഇത് ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയ രാജ്യമാണ്. അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നു, റേഡാർ സംവിധാനങ്ങളെ തകർക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. അതിനവർ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ്. ഇത്രയുമേ ഉള്ളോ പാകിസ്ഥാൻ എന്ന വലിയ ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നില്ലേ? ഈ വീമ്പടിയൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ദാ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു യുദ്ധമുഖത്ത് തന്നെ നിൽക്കുമ്പോൾ ഇവർ അശക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനറൽ ജേക്കബ് തരകൻ, അനുജ അണുബോംബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ന്യൂക്ലിയർ ഹെഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന ഒരു ഒലക്കെടുത്ത് എറിയുന്ന പോലെയല്ല. ഏത് ന്യൂക്ലിയർ വെപ്പണും അതിൻ്റെ ന്യൂക്ലിയർ ഹെഡ് വേറെ ഒരു സ്ഥലത്തും അതിൻ്റെ പ്രൊപ്പൾഷൻ സിസ്റ്റം വേറെ ഇടത്തും ഫ്യൂവൽ വേറെടുത്തും ആയിരിക്കും. അത് റേഞ്ച് വെച്ചിട്ടാണ്. മിക്കവാറും ഉള്ള ടാക്ടിക്കൽ വെപ്പൺസ് ഓൾറെഡി ഫ്യൂവൽഡ് ആയിരിക്കും. അതിൻ്റെ ന്യൂക്ലിയർ ഹെഡ് വേറെ ആയിരിക്കും. എവിടുന്നെങ്കിലും ഒരു ന്യൂക്ലിയർ ഹെഡ് വന്ന് ഇതിൻ്റെ മേലിൽ അതിനെ ഫിറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഒന്നാക്കിയണമെങ്കിൽ അതിന് സമയമെടുക്കും. അത് വളരെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എവിടുന്നെങ്കിലും ഇതിൻ്റെ ഒരെണ്ണമെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് അവിടുത്തെ കതക് അവിടെ പാകിസ്ഥാനിൽ അതിൻ്റെ കതക് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ അറിയാനൊക്കും അവിടെ ഈ ഒരു കതക് തുറന്നു എന്ന്. സോ അതുകൊണ്ട് എനിക്ക് ന്യൂക്ലിയർ ഇതിനെപ്പറ്റി വലിയ വിഷമമോ പേടിയൊന്നുമില്ല. അത് വീമ്പിളക്കി അവർ പറയാനുള്ളത് പറഞ്ഞു. ഇന്നത്തെ സ്ഥിതി അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിചാരിച്ചു നമ്മളൊന്നും തിരിച്ച് ചെയ്യത്തില്ല എന്ന്. പക്ഷേ അവർ കാണിച്ച തെറ്റ് മിലിറ്ററി ഇൻസ്റ്റലേഷനെതിരെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത് വിഫലമായി. ഇപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് അറിയാൻ ഒരു ആകാംക്ഷയുള്ളത്, ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ ഇത് ഈ തരത്തിലേക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മാറിയിരിക്കുമ്പോൾ ഇനി ലോകരാഷ്ട്രങ്ങൾ കുറച്ചുകൂടി ഇതിൽ ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യത എങ്ങനെയാണ്? ഇതിനോടകം വന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണം എന്നുള്ളത് അത് അവർക്ക് നടത്താനുള്ള എല്ലാ അർഹതയും യോഗ്യതയും ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അവരെങ്ങനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് അതിനുള്ള തിരിച്ചടി എന്ന തരത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഇതൊരു പരിധി വിട്ടു പോകുന്നോ എന്നൊക്കെ ഒരു ആശങ്ക ഇനിയിപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ജനറൽ ജേക്കബ് തരകൻ? ഇപ്പം ലോകരാഷ്ട്രങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അത് വേറൊരു വസ്തുതയാണ്. അവർക്ക് ലോകം ആക്ച്വലി അതിൻ്റെ ഈ യുദ്ധം കൊണ്ട് മടുത്തൊരു ലോകമാണിത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ചെയ്യിക്കുന്നവർ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റഷ്യയും അമേരിക്കയും ഒക്കെ ഓൾറെഡി ബന്ധപ്പെട്ടു, നമ്മളോട് പറഞ്ഞു നമ്മൾ റെസ്ട്രെയിൻറ്റ് കാണിക്കണം, ഗീവ് പീസ് എ ചാൻസ്. മെനങ്ങാന്നാണോ അതോ ഇന്നലെയാണോ അജിത് ഡോവൽ നമ്മുടെ NSA ചൈനയുമായി സമ്പർക്കം ചെയ്തു. ഞാൻ അത് ഇന്നലെ പറഞ്ഞിരുന്നു. ഒന്നുകിൽ ഇത് ചൈനയെ ധരിപ്പിക്കുകയും ഇതൊരു സ്റ്റെയിൽമേറ്റ്, അതായത് ഒന്ന് ഡീ എസ്കലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ആക്ടിവിറ്റീസ് കാണുമ്പോൾ, ഇന്നത്തെ പരിപാടി കാണുമ്പോൾ അതിന് ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ 24 മണിക്കൂറിനകം പാകിസ്ഥാനോട് ആൾക്കാർ പറയുമായിരിക്കും അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നും. അതുകൊണ്ട് ഡി എസ്കലേഷൻ്റെ ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ യുദ്ധമുഖത്താണ് നമ്മളിപ്പോൾ, യുദ്ധത്തിന്റെ മുഖത്താണ്. പക്ഷേ യുദ്ധം തുടങ്ങിയിട്ടില്ല. ഇവിടെ നിന്നും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു മറുപടി. നമ്മൾ പാകിസ്ഥാൻ പാർലമെന്റിൽ നടക്കുന്ന ചില രംഗങ്ങളെ കുറിച്ചൊക്കെയാണ് കുറച്ചു മുമ്പ് റിപ്പോർട്ടുകൾ വന്നത്. അതിൽ MP ഒക്കെ പൊട്ടിക്കരയുകയാണ്, രക്ഷിക്കണം എന്ന് പറയുന്നു, ദൈവം രക്ഷിക്കട്ടെ പാകിസ്ഥാനെ എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്, ഒരു MP പോലും ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ളത് കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോൾ എന്താകും പാകിസ്ഥാനിൽ ഉള്ളിൽ നടക്കാൻ പോകുന്നത് എന്നതുപോലുമല്ല, ഇപ്പോൾ തന്നെ അവിടെ ഇതൊക്കെയാണ് നടക്കുന്നത് എന്നതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്ത്യ കൊടുക്കുന്ന പ്രഹരത്തേക്കാൾ എത്രയോ ഭീകരമായിരിക്കും പാകിസ്ഥാൻ ജനത, പാകിസ്ഥാൻ ഭരണകൂടത്തിന് നൽകാൻ പോകുന്ന ഷോക്ക്. യഥാർത്ഥത്തിൽ ഇവിടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ജനതയാണ്. സൈന്യം എസ്കലേഷനൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് സൈന്യം ബാരക്കുകളിലേക്ക് മടങ്ങും. പക്ഷേ ജനത നട്ടം തിരിയുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്, സാമ്പത്തിക പരാധീനത കൊണ്ട്, ബെൽറ്റ് ഡൗൺ കൊണ്ട് നട്ടം തിരിയുകയാണ്. ഇവിടെ ലോകരാജ്യങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വിടുക പറഞ്ഞുകൊണ്ട്, ആണവം പ്രയോഗിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുതെ സമയം കളയുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ചെയ്യേണ്ടിയിരുന്നത്
ഫേസ് സേവിങ്ങിനുള്ള ഒന്നാന്തരം അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത്. ഇന്ത്യ പറഞ്ഞതുമാണ്, ഇന്ത്യ ഏതാണ്ട് ഒരു ഓഫർ എന്ന രൂപത്തിൽ തന്നെ പറഞ്ഞതാണ്, ഇത് ഒരടിയും തിരിച്ചടിയും, അതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം, കൈകൊടുത്ത് പിരിയാം. അതുകൊണ്ട് അത് കടന്ന് മുന്നേറിയത് കൊണ്ട് കൈവിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അനുജ ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ നിൽക്കുന്നത്. അതെ, എന്താണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വാർത്താ സമ്മേളനമുണ്ട് 5:30. എന്താണ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.